അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ഭാഗികാശ്വാസം. അന്വേഷണമാകാമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. പ്രോസിക്യൂഷൻ അനുമതി തേടിയ ശേഷം പരാതിയുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഇതിൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉയർത്തിയല്ലേ വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത്? അങ്ങനെ തന്നെ നമുക്ക് പൂർണ്ണമായും അതിനെ കാണാൻ പറ്റും. കാര്യം പൊതുസേവകർക്കെതിരെ ഈ അഴിമതി തടയുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളിൽ 17A എന്ന് പറയുന്ന ഒരു ആക്ട് വളരെ പ്രധാനമാണ്. പ്രോസിക്യൂഷൻ സാങ്ഷൻ, മുൻകൂർ അനുമതി വാങ്ങുക എന്നുള്ളത് ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി ആ അനുമതി നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആഭ്യന്തര വകുപ്പ് അത്തരമൊരു അനുമതി അംഗീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ഇതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ കേസിന്റെ അവസ്ഥ നോക്കൂ. ഇതിനകത്ത് അജിത് കുമാറിനെതിരെ ആദ്യം വിജിലൻസ് കോടതിയാണ് ഒരു അന്വേഷണം വിജിലൻസിന്റെ സംഘമാണ്, വിജിലൻസ് ആണ് പ്രത്യേകിച്ച് DGP തന്നെ ഉത്തരവിട്ട പ്രത്യേകമായി തന്നെ രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അതിൽ DGPയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ഉദ്യോഗസ്ഥരൊക്കെ സബോർഡിനേറ്റ് ആയിരുന്നു. അങ്ങനെ അജിത് കുമാറിനെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ മുഴുവൻ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് കണ്ടെത്തുന്നു. പക്ഷെ അതിനെതിരെ ആ പരാതി, ഈ നാഗരാജ് നൽകിയ പരാതി നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലാണ് പിന്നീട് വിജിലൻസിന് അന്വേഷണ റിപ്പോർട്ട് വരികയും ഒരു പ്രാഥമിക വെരിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം വിജിലൻസ് കോടതി എന്താണ് ചെയ്തത്? ആ ഉത്തരവ്, വിജിലൻസിന്റെ അന്വേഷണ ഉത്തരവിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ആ വിധി റദ്ദാക്കുകയും അന്വേഷണമാകാം, അജിത് കുമാറിനെതിരെ അന്വേഷണമാകാം എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. അതിനെതിരെയാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. നമുക്ക് പ്രത്യേകമായി ഇതിൽ കൺഫ്യൂഷന്റെ കാര്യമില്ല. കാര്യം തുടരന്വേഷണം എന്നൊരു ആവശ്യമേ ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നിട്ടില്ല. എന്താണ് അന്വേഷണമാകാം എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി എന്ന് പറഞ്ഞ ആ ഉത്തരവിന് അംഗീകരിക്കുന്നില്ല. അത് കോടതി റദ്ദാക്കണം എന്നതാണ് അജിത് കുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതിലാണ് നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ളത്, സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പൊതുസേവകനെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിൽ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് 17A പ്രകാരം ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങി നൽകണം, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അന്വേഷണമാകാം. ഈ കേസിലും ഇപ്പോൾ ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ പ്രോസിക്യൂഷൻ സാങ്ഷൻ ലഭിക്കുന്നത് അപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന്. മാത്രമല്ല സർക്കാർ ഇതിൽ കക്ഷി ചേർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ കൂടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. ആ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് അംഗീകരിച്ച, അതിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശന വിധേയമായാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി സമീപിച്ചത്. അത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തനിക്ക് മുമ്പിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തനിക്ക് മുമ്പിൽ വരുന്ന ഫയലുകളുടെ മെറിറ്റ് നോക്കി അത് ഒപ്പിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിനകത്ത് അത്ര വലിയ, അത് ആരായാലും അതിനകത്ത് വലിയ എക്സ്പെർട്ടൈസ് വേണ്ടി വരുമെന്ന് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു, വാദങ്ങൾക്കിടെ നിരീക്ഷിച്ചിരുന്നു.